ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ 5 നിർബന്ധമായിട്ടും എഴുതണം. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി വളരെ നിർബന്ധമാണ്, എന്തായാലും എഴുതണം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പോലെ തന്നെ ഹിന്ദിയിലും ആദ്യത്തേത് ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, ശ്രദ്ധയോടെ വായിക്കുക. അപ്പോൾ അതിനുള്ളിൽ തന്നെ അതിൻ്റെ ആൻസറും ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധയോടെ വായിച്ച് ആൻസർ ചെയ്യുക, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ച് നോക്കാം. ഗണ്ട് പഠേ ഓർ നീച്ചെ ദിയെ പ്രശ്നോं का उत्तर लिखे. സോഹൻ 10 साल का लड़का था. സോഹൻ എത്ര വയസ്സുള്ള കുട്ടിയാണ്? 10 साल. 10 साल എന്ന് പറഞ്ഞാൽ 10 വയസ്സുള്ള കുട്ടിയാണ്. സാൽ എന്ന് പറഞ്ഞാൽ ഏജാണ്, ഏജ് അഥവാ വയസ്സാണ് സാൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എടുക്കാത്ത സ്കൂട്ടർ ചലാന ഉസ്ക സപ്നാത്ത. അവൻ്റെ സ്വപ്നം എന്തായിരുന്നു? സ്കൂട്ടർ ഓടിക്കുക എന്നതായിരുന്നു അവൻ്റെ സ്വപ്നം. ഏക് ദിൻ പിതാക്കി സ്കൂട്ടറിലേക്ക് വഹ് ബാഗർ ഹേ. ഒരു ദിവസം അച്ഛൻ്റെ സ്കൂട്ടർ എടുത്ത് എങ്ങോട്ട് പോയി? പുറത്തേക്ക് പോയി. രാസ്തേമേ പത്തർ സെ ടക്രാക്കാൻ നീച്ചെ ഗിര. രാസ്തേമേ വഴിയിൽ പത്തർ എന്ന് പറഞ്ഞാൽ കല്ലിലിടിച്ച്, ടക്കരാക്കൽ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക. നീച്ചെ ഗിര, താഴെ വീണു. ഇസ്ക ചോട്ട് ലഗി, മുറിവ് പറ്റി, പരിക്ക് പറ്റി. ഇസെ ആസ്പത്താൽ ലേഗയ, എങ്ങോട്ട് കൊണ്ടുപോയി? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറിനെ കഹ ബേട്ട ദവാ പോക്കർ ആരാം കരോ. മരുന്നൊക്കെ കഴിച്ച് വിശ്രമം എടുത്തോളൂ, റെസ്റ്റ് എടുത്തോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഇതാണ് നമ്മുടെ പാസേജ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ്? സോഹൻ കിത്തിനെ സാൽക്കാൽ എടുക്കാ ഹെ. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 7, 10, 11 ദിൻ. അപ്പം 10, 10ന് 10 എന്നാണ് എഴുതുക, 10. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വർഷ കെ ലിയെ സമാനാർത്ഥ ശബ്ദ കോൺസാ ഹെ. വർഷത്തിന് സമാനമായിട്ടുള്ള ഒരു പദം എഴുതാനാണ്. സാൽ, 10, വഹ്, ബേട്ട. അപ്പോൾ സാൽ എന്ന് പറഞ്ഞാലും വർഷ് എന്നർത്ഥമാണ്. സാൽ എന്ന് പറഞ്ഞാലും വർഷം, ഇയർ എന്നുള്ള അർത്ഥമാണ്. ഇനി സ്കൂട്ടർ കിസ്കി തീ. ആരുടെ സ്കൂട്ടറായിരുന്നു? മാമാക്കി, പിതാക്കി, ദാദാക്കി, ചാച്ചാക്കി. അപ്പോൾ നമുക്കറിയാം പിതാക്കി. ഓക്കെ, മോഹൻക്ക് ചോട്ട് ലഗി കൈസെ. മോഹന് മുറിവ് പറ്റി, എങ്ങനെ? സ്കൂട്ടർ സെ ഗിര, സ്കൂട്ടറിൽ നിന്ന് വീണു. പേഡ് സെ ഗിര, മരത്തിൽ നിന്ന് വീണു. കുർസി സെ ഗിര, ചെയറിൽ നിന്ന് വീണു. ബസ് സെ ഗിര, ബസ്സിൽ നിന്ന് വീണു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? സ്കൂട്ടർ സെ ഗിര. ഇനി അടുത്തത് ദവാ പീക്കർ ആരാം കരോ യഹ് കിസ്നെ ലിയ. മരുന്ന് കുടിച്ച് റെസ്റ്റ് എടുത്തോളൂ. ആരാ പറഞ്ഞത്? മാതാനെ, ഡോക്ടറിനെ, ടീച്ചറിനെ, ഡോക്ടറിനെ, ദോസ്തിനെ. അപ്പം ഡോക്ടറിനെ, അതും അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യനും വളരെ എളുപ്പമാണ്. ഇനി അടുത്തത് നമ്മൾ പിക്ചർ റീഡിംഗ് ആണ്. റീഡിങ് എല്ലാവർക്കും അറിയാലോ. ആദ്യത്തെ എന്താണ്? എന്തോ സ്വപ്നം കാണുന്നു, പിന്നെന്താണ്? ആകാശത്തേക്ക് എത്തുന്നു, പിന്നെ ചന്ദ്രനെ കണ്ടുമുട്ടുന്നു, അവർ ഭയങ്കര കമ്പനിയാവുന്നു. ഇത്രയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ദോനും ദോസ്ത് ബൻഗയി. 2 പേരും ദോസ്തായിന്ന്. ദോനും ദോസ്ത് ബൻഗയി. ഇനി രണ്ടാമത്തെ എന്താണ്? അമൽനെ ഏക്ക് സപ്ന ലിഖ. അമൽ ഒരു സ്വപ്നം കണ്ടു. വഹ് ചാന്ദ് സെ മില. ചാന്തുമായി കണ്ടുമുട്ടി, ചന്ദ്രനുമായി കണ്ടുമുട്ടി. സപ്നെ മേ വഹു ആസ്മാൻ പഹുഞ്ച. സപ്നെ മേ വഹു ആസ്മാൻ പഹുഞ്ച. സ്വപ്നത്തിൽ ആകാശത്തിലെത്തി. ഇത്രയാണ് 4 സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ഒരു സ്വപ്നം കണ്ടു എന്നല്ലേ? ആ സ്വപ്നം കണ്ടു എന്നുള്ളത് നമ്മൾ എവിടെയൊക്കെ വായിച്ചത്? അമൽനെ ഏക്ക് സപ്ന ദേഖ. ഇതാണ് അമൽനെ ഏക്ക് സപ്ന ദേഖ. അപ്പോൾ നമുക്ക് അത് ഫസ്റ്റ് എഴുതാം. അമൽനെ ഏക്ക് സപ്ന ദേഖ. ഇനി അടുത്ത എന്താണ്? ആസ്മാൻ മേ പഹുഞ്ച. ആകാശത്തിലെത്തി. അതെവിടെയാണ്? അത് 4ാമത്താണ്. അമലിനെ ആസ്മാൻ പഹുഞ്ച. ഇനി അടുത്ത എന്താണ്? ചാന്ദ് സെ മില എന്നല്ലേ ഇതിൻ്റെ? വഹ് ചാന്ദ് സെ മില. ചന്ദ്രനുമായി കണ്ടുമുട്ടി. പിന്നെ അവർ നല്ല കമ്പനിയായി എന്ന് പറഞ്ഞാൽ എന്താണ്? വഹ് ദോനോം ദോസ്ത് ബൻഗയെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ പഠേ ഓരോ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ.
सुबह सुबह है आती तितली, फूल फूल पर जाती तितली, सुंदर सुंदर पंखों वाली सबके मन को बाती तितली. അപ്പോൾ തിത്തിലി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂമ്പാറ്റയാണ്. അപ്പോൾ പൂമ്പാറ്റയെക്കുറിച്ചുള്ളൊരു കവിതയാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. സമാൻ ധ്വനിവാലെ ദോ ശബ്ദ ചുൻകർ ലിഖേ. അപ്പോൾ സമാന ശബ്ദമുള്ളത്, നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമല്ലോ, അങ്ങനത്തെ 2 വേർഡ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തെഴുതാം? ആത്തി ജാത്തി, അത് ഒരേതാണ് അല്ലേ? ആത്തി ജാത്തി, അല്ലെങ്കിൽ സുബ സുബ, ഫൂൽ ഫൂൽ, സുന്ദർ സുന്ദർ. ഓക്കെ, ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി സബ്കെ മൻകോ ബാത്തി ഹേ കോൻ. ആരാണ് സബ്കോ മൻകോ ബാത്തി ഹേ കോൻ? ആരാണ് എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നത്? തിത്തിലി, പൂമ്പാറ്റ. ഓക്കെ, ഇനി അടുത്തത് ഈ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. തിത്തിലി സുബ സുബ ആക്കർ ഫൂൽ ഫൂൽ പർ ജാത്തി ഹേ. അപ്പോൾ തിത്തിലി പൂമ്പാറ്റ രാവിലെ വന്നിട്ട് എല്ലാ പൂവിൻ്റെ അടുത്തേക്കും പോകുന്നു എന്ന അർത്ഥം വരുന്ന വരികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതാണ് സുബ സുബ ഹേ ആത്തി തിത്തിലി, ഫൂൽ ഫൂൽ പർ ജാത്തെ തിത്തിലി. അപ്പോൾ അതാണ് ഈ ഒരു അർത്ഥം വരുന്ന ലൈന്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കാം. ആക്ടിവിറ്റി 4 ഗണ്ട് പടേ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. 2 ഹഫ്തോं के बाद അമൽ ഗാവ് സെ ചെന്നൈ പഹുഞ്ച. 2 ആഴ്ചകൾക്ക് ശേഷം എവിടെ എത്തി? ചെന്നൈ എത്തി. അമല് ഗാവ് സെ ചെന്നൈ പഹുഞ്ച, ഗ്രാമത്തിൽ നിന്ന് ചെന്നൈയിലെത്തി. കിത്തിന മസാത്ത ഗാവ് കാ ഖേൽ. എത്ര രസമായിരുന്നു ഗാവ് കാ ഖേത്ത്, ഗ്രാമത്തിലെ വയൽ, അതേപോലെ ആംക പേട്, മരം, മാങ്ങ മരം, ചൂല. ചൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊനാല്. ദാദാ ദാദി കാ പ്യാർ, മുത്തശ്ശനും മുത്തശ്ശിയുടെയും സ്നേഹം. മുന്നിക്ക് മുസ്കാൻ, മുന്നിയുടെ ചിരി. എന്ത് രസമായിരുന്നു എന്ന് അവിടുന്ന് ഓർക്കുകയാണ്. സ്കൂൾ മേ ഉസ്നെ അപ്പനെ പ്രിയ മിത്ര രാഹുൽ സെ മിലി. സ്കൂളിൽ നിന്ന് അവന് പ്രിയമിത്രമായ സുഹൃത്തായ രാഹുലിനെ കണ്ടുമുട്ടി. അമൽ और स्कूल രാഹുൽ के बीच का वार्तालाप आगे बढ़ाए. അപ്പോൾ അമലും അവൻ്റെ ഫ്രണ്ടും തമ്മിൽ, രാഹുലും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അമൽ ചുട്ടിക്ക് ദിൻ കഹാൻ ഗയേ. ചുട്ടിക്ക് ദിൻ കഹാൻ ഗയേ. അവധി ദിവസം നീ എവിടെയാണ് പോയത്? അപ്പോൾ എന്താ പറയുക? എവിടെ പോയിന്ന് പറയാം? എവിടെ പോയിന്ന് പറയാം നമുക്ക്? ചെന്നൈ ഗയാന്ന് പറയാമല്ലേ? എവിടെ പോയത്? ചെന്നൈയിലാണ് പോയത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ചെന്നൈ ഗയ. ഓക്കെ, ചെന്നൈ, ചെന്നൈ ഗയ. ഓക്കെ, ചെന്നൈ ഗയ എന്ന് എഴുതി. അപ്പോൾ രാഹുൽ ചോദിക്കും ചെന്നൈ കൈസാ ഹേ. ചെന്നൈ എങ്ങനെയുണ്ട് എന്ന് രാഹുൽ ചോദിച്ചിട്ടുണ്ടാവല്ലേ? ചെന്നൈ കൈസാ ഹേ, കൈസാ ഹേ, ചെന്നൈ എങ്ങനെയുണ്ട്? രാഹുൽ എന്താ ചോദിച്ചത്? ചെന്നൈ കൈസാ ഹേ. അപ്പോൾ എന്തു പറയും? അച്ഛാ ഹേ ലേക്കിൻ അല്ലേ? ശരി, നല്ലതാണ്. എന്താ പറയുക? അച്ഛാ ഹേ, നല്ലതൊക്കെ തന്നെയാണ്. അച്ഛാ ഹേ ലേക്കിൻ, എന്നാലും. അപ്പം ചോദിക്കും ക്യാ ഹുവാ, എന്ത് പറ്റി? അപ്പോൾ പറയാം, എന്ത് പറയാം? കോയി ദോസ്ത് നഹി ഹേ, കോയി ദോസ്ത് നഹി ഹേ, കോയി ദോസ്ത് നഹി ഹേ, സബ് വ്യസ്ത് ഹേ. എല്ലാവർക്കും തിരക്കാണ്, ഒരു കൂട്ടുകാരും തന്നെ ഇല്ല എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? അമൽ അബ് കഹാ ഹേ. അമൽ ഇപ്പോൾ എവിടെ ഉള്ളത്? അമൽ എവിടെയാണ് ഉള്ളത്? അമലിപ്പോൾ ചെന്നൈമേ ആണല്ലേ ഉള്ളത്. അമലിപ്പോൾ ഉള്ളത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഗാവ്സ് ചെന്നൈ പഹുഞ്ച അല്ലേ? ഗ്രാമത്തിൽ നിന്ന് ചെന്നൈയിലാണ് എത്തിയത്. ഇനി അടുത്തത് ചിത്രക്കെ സ്ഥാൻ പർ ശബ്ദ് ജോഡ്കർ കഹാനി കാ പൂരൻ കരേ. അതായത് ഇവിടെ ഓരോ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം ഈ ബ്രാക്കറ്റിൽ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളോട് എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്? ആദ്യത്തേത് പേടാണല്ലേ, മരം. അപ്പോൾ ഇതിലേതാണ് പേട്? ഇതാണ് പേട്. ഫസ്റ്റ് തന്നെയാണ് പേട്. അപ്പോൾ നമുക്ക് പേട് എന്ന് എഴുതാം. പേട്, മരം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഓടക്കുഴൽ. ഓടക്കുഴലിന് എന്താ പറയുക? ബാൻസുരി. എന്താ പറയുക? ബാൻസുരി. അതും നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ തന്നെ ഉണ്ട് ബാൻസുരി, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതേ വേണ്ടൂ. ബാൻസുരി. പിന്നെ അടുത്ത ആരാണ്? മയിലാണ്.
മയിലിന് എന്താ പറയുക? മയിലിന് മോർ എന്നാണ് പറയുക. എന്താണ് പറയുക? മോർ. അത് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, മയിൽ മോർ. ഇനി അടുത്ത ആരാണ്? മാന്. മാനിന് എന്താ പറയുക? ഹിരൺ. മാന് ഹിരൺ എന്നാണ് പറയുക. മാന് ഹിരൺ എന്നാണ് പറയുക. അതും ഇവിടെ ഉണ്ട്. ഇനി ഇതാരാണ്? മുയൽ. മുയലിന് എന്താ പറയുക? ഖർഗോഷ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇതെന്താണ്? പേട്. ഇതെന്താണ്? ബാൻസുരി. ഇതെന്താണ്? മോർ, ഹിരൺ, ഖർഗോഷ് അല്ലേ? പേട് എന്താണെന്ന് എഴുതാൻ അറിയിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് എടുത്ത് എഴുതിയാൽ മതി, എന്താണെന്ന് മനസ്സിലായാൽ മതി. അപ്പോൾ പേട്, പേട് പാ പേട്, അങ്ങനെ പേട് മരമാണ്. ബാംസുരി ഓടക്കുഴലാണ്. മോർ എന്ന് പറഞ്ഞാൽ മയിലാണ്. ഹിരൺ എന്ന് പറഞ്ഞാൽ മാനാണ്. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയലാണ് എന്നൊക്കെ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് എന്താണ്? പിക്ചർ റീഡിംഗ് ആണ്. ഒരു പിക്ചറാണല്ലേ. ഇവിടെ പല പിക്ചറും ഉണ്ട്. ഒരു കുട്ടി ഊഞ്ഞാലിലാടുന്നുണ്ട്. അങ്ങനെ എന്താണ്, പക്ഷികൾ പറന്നു പോകുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്, ഒരാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അങ്ങനെ പല കാഴ്ചകളും ഉണ്ടല്ലേ. ഇനി ഇതിൻ്റെ ഉത്തരം എഴുതാനാണ്. ചൂലേസെ കോൻ ഹേ. ചൂലേമേ. ചൂലേമേ എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാലിൽ ആരാ ഉള്ളത്? ഊഞ്ഞാൽ ആരാ ഉള്ളത്? ലഡുക്ക, പിതാജി, ലടുക്കി, ദാദാജി. അപ്പം ആരാണുള്ളത്? ലടുക്കിയാണുള്ളത് അല്ലേ? പെൺകുട്ടിയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പെൺകുട്ടി എന്ന് എഴുതാം. ചിത്രയ്ക്ക് ആധാർ പർ ലഘു വിവരൺ കരെ. അപ്പോൾ ചിത്രത്തിന് നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഏക്ക് സുന്ദർ ഘർ ഹേ. ഇതൊരു സുന്ദരമായ വീടാണ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? പെൺകുട്ടി ഊഞ്ഞാലിലാടുന്നു. എങ്ങനെ എഴുതാം? ലടുക്കി ചൂല ചൂൽ രഹി ഹേ. ലടുക്കി ചൂല ചൂൽ രഹി ഹേ എന്നെഴുതാം. പെൺകുട്ടി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്? ചിടിയാം ആസ്മാൻ മേ ഉഡ്ത്തി ഹേ. പക്ഷികൾ ആകാശത്തിലേക്ക് പറന്നുയരുകയാണ്. ഇതെഴുതാം. പിന്നെ ഒരു വണ്ടി ഓടിപ്പോകുന്നുണ്ടല്ലേ. സടക് പർ ഏക്ക് ഗാഡി ചൽ രഹി ഹേ. റോഡിൽ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് എഴുതാം.